Hi guys. Good morning everyone, and welcome to our daily newspaper analysis session. Your go-to source for staying informed, staying ahead, and shaping your perspective as a future civil service aspirant, right? In this rapidly evolving world, a deep understanding of current affairs is not just an advantage, but a necessity for every UPSC aspirant. Each day, we'll break down the most important news from trusted sources, connect them with relevant syllabus topics, and highlight key issues from a prelims, mains, and interview point of view. So, the goal isn't just to read the newspaper, but to understand it, to analyze, evaluate, and think critically like an administrator. So, sharpen your minds and stay curious because a habit we build today will shape the answers we write tomorrow. ഓക്കെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കീ ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ദ ന്യൂസ് പേപ്പർ വിതൗട്ട് സ്കിപ്പിംഗ്. ഓക്കെ, ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് റീഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. സോ അത് നിങ്ങൾ ചെയ്യണം. നമ്മളൊരു ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ചെറിയൊരു കൺക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു അത്രയും പ്രിസൈസ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. റൈറ്റ് നൗ നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് എ പോസ്റ്റ് ആസാദ് സിറിയ മീൻസ് ഫോർ ചൈന എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ന്യൂസിലോട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ടും പിന്നെ അതെങ്ങനെയാണ് ഓരോ കൺട്രീസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവ് ഒന്ന് നോക്കാം. പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ വണ്ണിലാണ്, ഓഫ് കോഴ്സ്, വിച്ച് കംസ് അണ്ടർ ദ കറന്റ് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ആൻഡ് മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്, അതായത് എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്നുള്ളൊരു കീ പോയിന്റ്സ് നമ്മളിവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് പറയാം. റെസ്റ്റ് നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, over the past 2 years, China has aligned itself with Arab sentiments on Gaza, even hosting Hamas in Beijing. This helped boost China's popularity in the Arab world, surpassing the US in some surveys. However, the fall of Bashar al-Assad regime in Syria has opened a core security crisis for the Chinese by way of a stronger political position for Uyghur militants in the new Damascus under President Ahmad al-Shara. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം. ഞാനിത് ഒരു കീ ടേക്ക് അവേ പോയിന്റ്സ് ആണ് അവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബഷാർ അൽ അസാദ് എന്ന പറയുന്ന ആളുടെ ആ ഒരു ഫോള് സിറിയയിലെ പവർ സ്ട്രക്ചറിൽ തന്നെ ഒരു വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബഷാർ അൽ അസാദിന് ശേഷം വന്ന ആളാണ്, ഈ ഒരു ന്യൂ ലീഡറാണ് അഹമ്മദ് അൽ ഷറ, ഓർ ആളെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വിശേഷിപ്പിക്കുന്നത് അബു മുഹമ്മദ് അൽ ജൊലാനി എന്നാണ്. അപ്പോൾ ഇയാള് HTS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഹെഡാണ്. HTS മീൻസ് ഹയാത്ത് തെഹ്രീർ അൽ ഷാം. ഇവരൊരു ഫോർമർ ജിഹാദിസ്റ്റ് ഗ്രൂപ്പാണ് വിച്ച് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫൈറ്റിംഗ് ദീസ് ബഷാർ അൽ അസാദ് റെജീം. ഇപ്പോൾ ഈ ഒരു വിത്ത് ദി HTS നൗ ഇൻ പവർ, HTS ആണ് ഇപ്പോൾ പവറിലുള്ളത്, ഹയാത്ത് തെഹ്രീർ അൽ ഷാം. അപ്പോൾ സിറിയയിൽ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സിറിയ ഷിഫ്റ്റ് ഫ്രം എ സെക്യുലർ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്നും ഒരു ഗവൺമെൻറ്, അതായത് ആ ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ഡീപ്പ് ഇസ്ലാമിസ്റ്റ് റൂട്ട്സും അതേപോലെ തന്നെ ഒരു വിച്ച് ഈസ് റേസിംഗ് കൺസേൺ ഫോർ കൺട്രീസ് ലൈക്ക് ചൈന. ഓക്കെ, എസ്പെഷ്യലി റിഗാർഡിംഗ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ് ഗെയിനിങ് ഗ്രൗണ്ട്. ഇതിൽ മെയിനായിട്ട് ചൈനയാണ് ഇവർ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് എന്താണ് ഈ ഒരു ഉഗൂർ മിലിറ്റൻസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ടേണിംഗ് പോയിന്റ് നോക്കാം, അതായത് സിറിയാസ് റെജീം ചേഞ്ച് എന്നുള്ള ഒരു ടോപ്പിക്. ഇത് നമ്മൾ ഓരോ ന്യൂസ് എടുക്കുമ്പോഴും ആ ന്യൂസിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. ആ ഒരു കീ പോയിന്റ്സിന്റെ ഇടയിൽ അതിന് അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിറിയയുടെ ഒരു റെജീം ചേഞ്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പോയിന്റാണ്, ഒരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞ പോലെ ഈ ബഷാർ അൽ അസാദിന്റെ ഫോള് റീഷേപ്പ് സിറിയാസ് പവർ സ്ട്രക്ചർ. ഓക്കെ,
Ahmad al-Shara, Akka Abu Muhammad al-Jalani, leader of Hayat Tahrir al-Sham, HTS, now heads the government. And HTS has long been a jihadist faction central to anti-Assad operations. സോ നെക്സ്റ്റ് ഇതിലൊരു ഊഗൂർ മിലിറ്റൻസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ പറ്റി ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തിരുന്നു. ഇനി അവരെ പറഞ്ഞിട്ടേ നമുക്ക് ആ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഊഗൂർ മിലിറ്റൻസ് ഗെയിൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആരാണ് ഈ ഊഗൂർസ്? ഊഗൂർസ് എന്ന് പറയുന്നത് ഈ ചൈനയിലെ ഒരു ടർക്കിക് സ്പീക്കിംഗ് ആൾക്കാരാണ്. ഇവർ പ്രിഡോമിനൻ്റ്ലി മുസ്ലിംസ് ആണ്. ദർ എത്നിക് ഗ്രൂപ്പ് പ്രൈമർലി ലിവിങ് ഇൻ ഷിൻജിയാങ് ഊഗൂർ ഓട്ടോണമസ് റീജിയൻ ആണ്. ഒരു നോർത്ത് വെസ്റ്റേൺ ചൈന ഒരു റീജിയനിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കൾച്ചറും അതേപോലെ തന്നെ റിലീജിയസ് ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീസെൻറ്റ് ഇയേഴ്സിൽ ഈ ഉഗൂർസിനെ ചൈന വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ റിലീജിയസും കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ചൈന ഒരുപാട് ഇൻവോൾവ് ചെയ്ത് ചൈന പറയുന്നത് അത് കൗണ്ടർ ടെററിസം മെഷേഴ്സ് ആണെന്നൊക്കെയാണ്. അപ്പോൾ ഇവരുടെ കൾച്ചറിലും റിലീജിയസ് സംഭവങ്ങളിലൊക്കെ ചൈന ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും റീസെൻറ്റ് ഇയേഴ്സിൽ. അപ്പോൾ ഈ ഊഗൂർ മിലിറ്റൻസ് നമ്മൾ പറഞ്ഞു ഇവർ ഒരു നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ള ആൾക്കാരാണ്. സോ ദ ഈസ്റ്റ് ടർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ETIM, ഇവർ വേറൊരു പേരിലും കൂടി ഇവർ അറിയപ്പെടും, വിച്ച് ഈസ് ദ ടർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി TIP. ഇവരെ ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഒരു പുതിയ നമ്മുടെ സിറിയ മിലിറ്ററി സെറ്റപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, 2000-ഓളം ഊഗൂർ ഫൈറ്റേഴ്സ് ഇപ്പോൾ ആക്റ്റീവാണ്. അതിൽ ഈ ടോപ്പ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരുടെ ടോപ്പ് മിലിറ്ററി പൊസിഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മെനി ഓഫ് ദീസ് മിലിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ISIS പ്രൊപ്പജണ്ട ഉള്ള ആൾക്കാരാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ആൻഡ് അവകാശപ്പെടുക മാത്രമല്ല അങ്ങനെ തന്നെയാണ്. ഇവർ ഓപ്പണായിട്ട് ഒരു ത്രെട്ടണിങ് വയലൻസ് ചൈനയ്ക്കെതിരെ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഓപ്പണായിട്ട് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഡെവലപ്മെൻറ്റ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ചൈനയ്ക്ക് വളരെയധികം സെക്യൂരിറ്റി കൺസേൺസ് ഈ ഒരു ഗ്രൂപ്പിന് മേലുണ്ട്. ബിക്കോസ് ഇവരൊരു ആൻറ്റി ചൈന എലമെൻറ്റ് ഇവരിവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഈ ഒരു ഊഗൂർ മിലിറ്റൻസിൻ്റെ എലവേഷനെ സിറിയയിൽ കാണുന്നത് അവരുടെ ഒരു ഡയറക്റ്റ് ത്രെട്ടായിട്ടാണ്. ഒരു നാഷണൽ സെക്യൂരിറ്റിക്കുള്ള ഒരു ഡയറക്റ്റ് ത്രെട്ടായിട്ട് തന്നെയാണ് ചൈന അവർ കാണുന്നത്. ഇതിനു മുമ്പ് ബീജിംഗ് ഹാഡ് ഏർലിയർ സപ്പോർട്ടഡ് ദ US വാർ ഓൺ ടെറർ ടു ടാർഗറ്റ് ETIM ആൻഡ് ജസ്റ്റിഫൈ ഡൊമസ്റ്റിക് ക്രാക്ക്ഡൗൺസ് ഇൻ ഷിൻജിയാങ്. പക്ഷേ ഇവർ US സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർ ഓൺ ടെററിൽ. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ US നൈസായിട്ട് ETIM ടെറർ ലിസ്റ്റിൽ നിന്ന് 2020 മാറ്റി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചൈനയുടെ നരേറ്റീവിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ഒരു വീക്കൺ ചെയ്യുന്ന പോലെയാണ് US ചെയ്തത്. ETIM നൈസായിട്ട് അവരുടെ ടെറർ ലിസ്റ്റിൽ നിന്ന് അവർ മാറ്റി. ഓക്കെ, പിന്നെ ദർ വാസ് നോ ക്രെഡിബിൾ എവിഡൻസ് ഓഫ് ETIM എക്സിസ്റ്റൻസ് ഓവർ എ ഡെക്കേഡ്. ആൻഡ് ചൈന പിന്നെ ഈ ഒരു ETIM യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇവർ ETIM എന്നുള്ള ഒരു പ്രീടെക്സ്റ്റിലാണ് ഈ ഊഗൂസിനെ ഷിൻജിയാങ്ങിൽ ചൈനക്കാർ ഇത്രയും കാലം സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് സിറിയയിൽ ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളൊരു കീ പോയിന്റ് എന്ന് പറയുന്നത് സിറിയയുടെ ആ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. താലിബാനെ പോലെ അല്ല ഇവർ സിറിയ ഒരു ന്യൂ റെജീം ഉണ്ടല്ലോ, ഈ ഒരു അൽഷറ എന്ന് പറയുന്ന ആളുടെ ന്യൂ റെജീമിൽ തന്നെ ഈ ഉഗൂസ് എന്ന് പറയുന്ന ആൾക്കാർ സൈഡ് ലൈൻ ചെയ്തിട്ടില്ല. അവർക്ക് കുറച്ചും കൂടി പവർ കൊടുത്ത് അവരെ ഒരു ഒഫീഷ്യൽ മിലിറ്ററി റാങ്ക്സിലേക്ക് എലവേറ്റ് ചെയ്ത് റെക്കഗ്നൈസ്ഡ് റോള് ഈ ഒരു കോൺഫ്ലിക്റ്റിൽ കൊടുക്കുകയാണ് സിറിയ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറൊരു വെസ്റ്റേൺ സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, അതായത് ചൈന റേസ്ഡ് കൺസേൺസ് അറ്റ് ദ UN ഓവർ ദ റൈസ് ഓഫ് ഊഗൂർ മിലിറ്റൻസ് ഇൻ സിറിയ. സിറിയയിലുള്ള ഈ ഊഗൂർ മിലിറ്റൻസിൻ്റെ റൈസിനെ ചൈന UN അവർ ഒരു കൺസേൺ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ആൻഡ് റീജിയണൽ പവേഴ്സും അഹമ്മദ് അൽ ഷറായ്ക്ക് മെയിൻ 2 ഗോളുകളാണുള്ളത്. Okay, meanwhile, Western and regional powers are engaging with Ahmad al-Shara for 2 main goals. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് റീസ്റ്റോർ ബേസിക് സെക്യൂരിറ്റി ഇൻ സിറിയ എന്നുള്ളതാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി മാറ്റി നിർത്തിയിട്ടും ഒരു മാസ് മൈഗ്രേഷൻ ഉണ്ടാവാതിരിക്കാനും അവിടെ ആ ഒരു ബേസിക് സെക്യൂരിറ്റി സിറിയയിൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു എയിമാണ്.
രണ്ടാമത്തത് ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഏഷ്യയിലുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒന്ന് റഷ്യ, ഇറാൻ, ചൈന, ഇവരൊന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഒതുക്കി നിർത്തണം. ഓക്കെ, സൈഡ് ലൈൻ റഷ്യ, ഇറാൻ ആൻഡ് ചൈന ലിമിറ്റിംഗ് ദിയർ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ. ഇവർക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ലൊരു ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആ ഒരു ഏരിയയിലുണ്ട്, ആ ഒരു റീജിയനിലുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ സിറിയയ്ക്കും ഈ ഒരു ഉഗൂർ മിലിറ്റൻസിനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ്. സിറിയയിലെ വെസ്റ്റേൺ ആൻഡ് റീജിയണൽ പവേഴ്സിനുള്ള ഒരു മെയിൻ ഇൻട്രസ്റ്റ് ഈ രണ്ട് മെയിൻ ഗോൾസിലാണ്. ഒന്ന് ബേസിക് സെക്യൂരിറ്റി സിറിയയിൽ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, ആ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആ റീജിയനിൽ നിന്ന് മാറ്റുക. രണ്ടാമത്തത് റഷ്യയും ഇറാനെയും ചൈനയും ഒന്ന് ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ചൈനയുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് സെറ്റ് ബാക്ക് ആണ് ഈ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇസ്രായേൽ മിലിറ്ററി സിറിയയിൽ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ഇവർക്ക് ചൈനയായിട്ട് വളരെ ക്ലാഷിങ് വ്യൂസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചൈന ഈ ഹമാസ് ലീഡേഴ്സിൻ്റെ ഒരു ഇതൊക്കെ ഹോസ്റ്റ് ചെയ്തിരുന്നു ബീജിങ്ങിൽ. സോ ഇതൊക്കെ ഇസ്രായേലിന് അധികം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. സോ ഇസ്രായേൽ റിമെയിൻസ് മിലിറ്ററി ആക്റ്റീവ് ഇൻ സിറിയ ബട്ട് ഹാസ് ക്ലാഷിംഗ് വ്യൂസ് വിത്ത് ചൈന ഓവർ ഗസ ആൻഡ് ദ പലസ്തീൻ കോസ്. പിന്നെ ഈ സൗദി അറേബ്യയും യു എയും which previously tolerated China's Xinjiang policy have now accepted the Al-Shara regime. അപ്പോൾ ഈ സൗദി അറേബ്യയും യു എയും കൂടി ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഉഗൂർ പ്രൊവിൻസ് ആൾക്കാരുള്ള നോർത്ത് വെസ്റ്റേൺ ചൈനയിലുള്ള ഷീജിങ് എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ആ ഒരു ചൈനയുടെ കൺസേൺസ് സൗദി അറേബ്യയും യു എയും അക്സെപ്റ്റ് ചെയ്തതാണ്. ശരിയാണ്, ഒരു എന്താ പറയുക, ഒരു കൗണ്ടർ ടെററിസം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചൈന അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഈ സൗദി അറേബ്യയും യു എയും കാലുമാറിയിട്ട് ഹാവ് നൗ അക്സെപ്റ്റഡ് ദ അൽഷറ റെജീമിനെ അവർ അക്സെപ്റ്റ് ചെയ്തു. ഇത് ചൈനയ്ക്ക് വളരെ വലിയൊരു അടിയായി. സോ ദീസ് ഡെവലപ്മെന്റ്സ് കൺസ്ട്രെയിൻ ബീജിംഗ്സ് റീജിയണൽ ഓപ്ഷൻസ്, പുഷിംഗ് ഇറ്റ് ടു റീതിങ്ക് ഇറ്റ്സ് സ്ട്രാറ്റജിക് അപ്രോച്ച് ഇൻ വെസ്റ്റ് ഏഷ്യ. അപ്പോൾ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് എടുക്കാനുള്ള കീ ടേക്ക് അവേ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഈ ചൈനയുടെ ആ ഒരു അറബ് വേൾഡിലുള്ള ആ ഒരു ഗ്രോയിങ് പ്രസൻസ് ചാലഞ്ച് ചെയ്യപ്പെടുകയാണ് സിറിയയിൽ. അതേപോലെ തന്നെ ഈ ഒരു ഉഗൂർ മിലിറ്റൻസ് ഒരു സെക്കൻഡ് പോയിന്റ് ആണ്. അതായത് ഈ ഉഗൂർ മിലിറ്റൻസിന്റെ റൈസ്, ഒഫീഷ്യൽ റാങ്കിലേക്കുള്ള അവരുടെ ആ ഒരു റൈസ് ഇൻ ഡമാസ്കസ് ഹാസ് ഓപ്പൺഡ് അപ്പ് എ ഡേഞ്ചറസ് ഫോർട്ട് ലൈൻ ഇൻ ചൈനാസ് സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി. ചൈനയുടെ സെക്യൂരിറ്റിയിലും അതേപോലെ തന്നെ ഫോറിൻ പോളിസിയിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ത്രെട്ടായിട്ട് ഈ ഒരു ഉഗൂർ മിലിറ്റൻസ് മാറുകയാണ്.